ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കണ്ടല്ലോ, എല്ലാവരും നമ്മൾ കൊല്ലം വരെ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡുണ്ട്, മാമിയുണ്ട്, ചേട്ടനുണ്ട്, അതുപോലെ തന്നെ മാമനുണ്ട്, എല്ലാവരും പുറകിലുണ്ട്. ഇത് നമ്മുടെ ഒരു കുടുംബക്ഷേത്രമാണ്. കൊല്ലത്ത് പോകുന്ന റൂട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ നല്ല ഫുള്ള് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അമ്പലമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ കളക്ട് ചെയ്തേ കണ്ടല്ലോ. ഹസ്ബൻഡുണ്ട്. അപ്പോൾ താഴോട്ട് അവരാരും വന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി താഴെ പോയി കുളമൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് കയറുകയാണ്. ഇച്ചിരി കയറ്റമൊക്കെ ഉണ്ട്. ഒരു മലമുകളിലുള്ളൊരു അമ്പലം മോഡലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ താഴെ വന്നിട്ട് നേരെ തിരിച്ച് പോകുന്നത് ആ കാണുന്നതാണ് അമ്പലം. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്പലം അടച്ചുപോയി, കയറാൻ പറ്റിയില്ല. അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു അമ്പലമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ 3 പേരുണ്ട്, അവർ 2 പേരുണ്ട്. അവർ വീഡിയോയിലൊന്നും വന്നില്ല. പിന്നെ നമ്മളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനവിടെ എല്ലാവരും ഇങ്ങനെ നല്ല എൻജോയ് ചെയ്ത് പോകുന്നു. പിന്നെ അവിടെ നല്ലോണം റബ്ബർ അങ്ങനത്തെ കുറച്ച് കൃഷിയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നമ്മളാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇത് ഈ കാണുന്ന എല്ലാം റബ്ബറാണ്. ഇവിടുന്ന് വീഴാൻ പോയി. അപ്പം നമ്മളിതെല്ലാം കൊണ്ട് കാണിക്കുന്നത് നമ്മുടെ അമ്മിണിയാണ്. അവിടെ എല്ലാം കൊണ്ട് ചുറ്റി കാണിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ഇറങ്ങിയ ആളതെ എല്ലാത്തിനും ഫ്രണ്ടിലുണ്ട് പുള്ളിക്കാരി. പിന്നെ ഇതേ അത് പുറത്തൊരു റോഡ് സൈഡാണത്. ആ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നതാണത്. റോഡ് സൈഡിലുള്ളൊരു വീടാണ്. നല്ല രസമാണ്. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ചെറിയൊരു മഴ കഴിഞ്ഞ് നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഒരു തണുപ്പൊക്കെ ആയിട്ട് എന്നെ വിളിച്ച് കറങ്ങാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പുള്ളിക്കാരി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഒന്ന് കറങ്ങാനും ഇറങ്ങി. ആളുണ്ട് കൂടെ എപ്പോഴും ഫുൾ ടൈം കൂടെ. എൻ്റെ ഹസ്ബൻഡായിട്ട് ഭയങ്കര കമ്പനിയാണ് പുള്ളിക്കാരി. ആ വീട്ടിൽ ഭയങ്കര ക്ലിയർ ശബ്ദമൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. പുള്ളിക്കാരൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡ് ഒരു സംഭവം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ രണ്ട്. അപ്പോൾ ഒരിക്കൽ ഫുള്ള് റബ്ബറാണ് കണ്ടല്ല. അമ്മണി ആളായിട്ട് ഭയങ്കര കമ്പനിയാണ്. ആളുടെ കൂടെ അങ്ങ് പോവുമായിരുന്നു. എന്നെ ഒന്നും മൈൻഡ് പോലും ഇല്ല. കണ്ടല്ല, എൻ്റെ കൂടെ പോകുന്ന കണ്ട നമ്മളെ ഒന്നും വേണ്ട. കണ്ട എന്നേക്കാൾ വലിയ കുട്ടിക്കളിയാണ് എൻ്റെ ഹസ്ബൻഡ്. ഭയങ്കര കുട്ടിക്കളിയാണ്. നമ്മളൊന്നും വേണ്ട പിള്ളേരൊക്കെ ഇട്ട് കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ 2 പേരും കൂടെ എന്നെ ഇട്ടിട്ട് ഓടി വരെ പോയി. അതുപോലെ വൈബടിച്ച് പോയത് 2 പേരും. പിന്നെ പുറകിൽ കാണുന്നുണ്ട് ഫുള്ള് വാഴയും തെങ്ങും കുറേ ചീനിയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ളൊരു അമ്പലമാണ്. നല്ല ഒരു പാടമൊക്കെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടിയാണ് വിളിച്ചിട്ട് വന്നത്. കഴിഞ്ഞതേ കണ്ടല്ലേ, നമ്മുടെ ബാക്കിൽ കാണുന്നത് അമ്മണിയുടെ അച്ഛനായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ പിന്നെ നമ്മളിവിടെ വേറൊരു കുട്ടികളുണ്ടായിരുന്നു. അവനെ ഞാൻ വീട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, വരുന്ന എൻ്റെ ചേട്ടനാണ്. മറ്റേത് നമ്മുടെ അമ്മണിയുടെ അമ്മ. ഈ കാണുന്നവനുണ്ടല്ലോ, ഈ കുരുപ്പ് നമ്മളെയും കൊണ്ട് ഷോർട്ട് കട്ടെന്ന് പറഞ്ഞ് കുറേ കറക്കി. അതിൻ്റെ ഹസ്ബൻഡുമായിട്ട് മലപ്പുറത്ത് പോകുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.